ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ടേ. ഒരു 1/2 കിലോ പോലെ ഉണ്ടാവും ഈ കൂന്തൽ. അപ്പോൾ അത് ആദ്യം തന്നെ നല്ല വൃത്തിയാക്കി എടുത്ത് അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 2 ഉള്ളി, 1 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും, പിന്നെ കുറച്ച് തേങ്ങ. ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്യുന്നത്, നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച കൂന്തലിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അടച്ചു വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുമ്പം ശരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. എക്സ്ട്രാ നമുക്കൊരു വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നേ ഇല്ല. ഈ കൂന്തൽ റോസ്റ്റ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾ വഴറ്റിയിട്ടും ഉണ്ടാക്കാറുണ്ട്, ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്നാവുകയും ചെയ്യും, ടേസ്റ്റും കൂടുതൽ കിട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ വെള്ളം ഇറങ്ങി വന്ന സമയത്ത് തന്നെ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ കൂന്തൽ നന്നായിട്ട് വെന്ത് കിട്ടും. കൂന്തലൊക്കെ വെന്ത് വെള്ളം ഏകദേശം ഒരു പറ്റ വെള്ളം എന്ന് അറിയില്ലേ, ആ ഒരു ലെവലാവുമ്പോൾ കുറച്ച് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ തേങ്ങയിൽ നിന്നും വെള്ളം കുറച്ചും കൂടി വലിഞ്ഞു പോവും. ആ സമയത്ത് തന്നെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കണേ. അങ്ങനെ എല്ലാം കൂടി മിക്സായിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം ഈ സമയത്തൊക്കെ വേവിച്ചെടുക്കാൻ. ഈ കൂന്തലിലെ വെള്ളമെല്ലാം വറ്റി വരുന്ന സമയം നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് തടവന്ന് ഏകദേശം മിക്സ് ആയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി നനച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. നമ്മളെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എത്ര എളുപ്പത്തിലാണ് തയ്യാറാക്കിയത്. ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൂന്തൽ റോസ്റ്റ്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഓരോരാളുടെ ടേസ്റ്റും വ്യത്യാസമാണല്ലോ. അപ്പോൾ നല്ല സ്പൈസി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുരുമുളക് പൊടീൻ്റെ അളവ് കുറച്ചും കൂടി കൂട്ടിക്കൊടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ കൂന്തൽ റോസ്റ്റിൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.